ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസ് ഇംഗ്ലീഷ്. CBSE 6ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റ് എ ബോട്ടിൽ ഓഫ് ഡ്യൂ, അതിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെസൺ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തും വെക്കാം. അപ്പോൾ ആ വീഡിയോ കാണേണ്ടവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാൻ സാധിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഡിഡ് രാമനാഥ ബിലീവ്? രാമനാഥ എന്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്? ആൻസർ കൊടുത്തിട്ടുണ്ട്. രാമനാഥ ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് എ മാജിക് പോഷൻ, ഒരു മാന്ത്രിക ലായനി ഉണ്ട്. ദാറ്റ് കുഡ് ടേൺ എനി ഒബ്ജക്റ്റ് ഇൻ ടു ഗോൾഡ്, അതെന്തിനേയും സ്വർണ്ണമാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഹൗ ഡിഡ് ദ സേജ് ഹെൽപ്പ് രാമനാഥ? സേജ് സന്യാസി എങ്ങനെയാണ് രാമനാഥയെ ഹെൽപ്പ് ചെയ്തത്? ആൻസർ കൊടുത്തിട്ടുണ്ട്. ദ സേജ് ഹെൽപ്ഡ് രാമനാഥ ബൈ ടെല്ലിങ് ഹിം ഹൗ ടു മേക്ക് ദ മാജിക് പോഷൻ. മാജിക് പോഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് സേജ് പറഞ്ഞ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തത്. ദാറ്റ് കുഡ് ടേൺ എനി ഒബ്ജക്റ്റ് ഇൻ ടു ഗോൾഡ്. ആ മാജിക് പോഷന് എന്താണ് ഇതിൻ്റെ കഴിവ്? എന്തിനേയും അതിലേക്ക് തെളിച്ചു കഴിഞ്ഞാൽ അത് സ്വർണ്ണമായി തീരും. ഫോർ ദാറ്റ് രാമനാഥ ഹാഡ് ടു പ്ലാൻ ബനാന പ്ലാന്റ്സ്. അതിന് വേണ്ടിയിട്ട് രാമനാഥ വാഴകൾ നടണം. ആൻഡ് കളക്ട് ദ ഡ്യൂ, എന്നിട്ട് അതിലെ ആ മഞ്ഞ് കളക്ട് ചെയ്യണം. ഓൺ ദ ലീവ്സിൽ ഉള്ള. ആൻഡ് സ്റ്റോർ ഇറ്റ് അൺടിൽ ഹി ഗോട്ട് 5 liters ഓഫ് ഡ്യൂ. 5 ലിറ്റർ ഡ്യൂ കിട്ടുന്നത് വരെ ആ മഞ്ഞ് തുള്ളികൾ ശേഖരിക്കണം. ദെൻ ദ സേജ് കുഡ് ടേൺ ദ ഡ്യൂ ഇൻ ടു ദ മാജിക് പോഷൻ ബൈ ചാൻഡിങ് സം മാജിക്കൽ വേർഡ്സ്. ഇനിയോ സേജ് എന്ത് ചെയ്യും? ചില മാന്ത്രിക വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, ചാൻഡിങ് മീൻസ് ഉച്ചരിച്ചുകൊണ്ട്, ഉരവിട്ടുകൊണ്ട് ആ 5 ലിറ്റർ ആയിക്കഴിഞ്ഞാൽ ആ മഞ്ഞ് തുള്ളികളെ എന്താവും? മാജിക് പോഷനാക്കി മാറ്റാൻ കഴിയും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, ഡു യു തിങ്ക് രാമനാഥ വിൽ ബി ഏബിൾ ടു കളക്ട് ദ ഡ്യൂ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ രാമനാഥക്ക് ആ ഡ്യൂ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്ന്? ഗിവ് റീസൺ. അതിൻ്റെ അതിന് നീതീകരിക്കുന്ന കാര്യങ്ങൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് എഴുതുക എന്നാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? സോ യെസ് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം തീർച്ചയായിട്ടും. എന്താ? ഓൾദോ, എങ്കിലും ഹി വാസ് നോട്ട് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അല്ല അദ്ദേഹം, എങ്കിൽ പോലും ഐ തിങ്ക് ഹി വിൽ കളക്ട് ദ ഡ്യൂ ബിക്കോസ് ഹി വാണ്ടഡ് ടു ഗെറ്റ് ദ മാജിക് പോഷൻ. എന്താണ് മാജിക് പോഷൻ? അവന് വേണം, അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പേഴ്സണൽ ആൻസർ ആട്ടോ, പല രീതിയിൽ എഴുതാം. സോ 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് രാമനാഥ ആംഗ്രി? അപ്പോൾ അവസാനം രാമനാഥക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രാമനാഥ വാസ് ആംഗ്രി ബിക്കോസ് ദ സേജ്, അവിടെ സേജ് ആണ് കേട്ടോ, SAGE ആണ്, അവിടെ EE എന്നുള്ള. സോ SAGE ടൈപ്പിംഗ് എററാണ്, GE എന്നാക്കുക. കുഡ് നോട്ട് ടേൺ ദ ഡ്യൂ ഇൻ ടു മാജിക് പോഷൻ. എന്താണ്? സേജിന് അത് മാജിക് പോഷൻ ആക്കാൻ സാധിച്ചില്ല. ഹി തോട്ട് ഹി വേസ്റ്റഡ് ഹിസ് ടൈം ആൻഡ് എനർജി, തൻ്റെ സമയവും എനർജിയും ഒക്കെ വേസ്റ്റ് ആക്കിയെന്ന് രാമനാഥ വിശ്വസിച്ചു. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രാമനാഥ ആൻഡ് മധുമതി ക്രിയേറ്റ് വെൽത്ത്? എങ്ങനെയാണ് വെൽത്ത് എന്ന സമ്പത്ത് എങ്ങനെയാണ് രാമനാഥനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുമതിയും സ്വത്തുണ്ടാക്കിയത്? സോ ആൻസർ, വൈൽ രാമനാഥ വാസ് ബിസി കളക്ടിങ് ഡ്യൂ ഫ്രം ദ ലീവ്സ് ഓഫ് ദ ബനാന പ്ലാന്റ്സ്. ബനാന പ്ലാന്റ്സിൽ നിന്നും അതിൻ്റെ ലീവ്സിൽ നിന്നും ഈ മഞ്ഞ് തുള്ളികൾ കളക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചപ്പോൾ, രാമനാഥ് ശ്രദ്ധിച്ചപ്പോൾ, മധുമതി സോൾഡ് ദ ബനാനാസ് ഇൻ ദ മാർക്കറ്റിൽ പോയിട്ട് ബനാനസ് എല്ലാം മധുമതി വിറ്റു. അങ്ങനെയാണ് അവർ പണക്കാരായത്. സോ ഇനി പേജ് നമ്പർ 7 ഉള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ സേജ് ആസ്ക് രാമനാഥ ടു ഡു ടു മേക്ക് ദ മാജിക് പോഷൻ? മാജിക് പോഷൻ ഉണ്ടാക്കാൻ സേജ് എന്ത് ചെയ്യാനാണ് പറഞ്ഞത് രാമനാഥയോട്? സോ ആൻസർ ഉണ്ട്. ദ സേജ് ഇൻസ്ട്രക്റ്റഡ് രാമനാഥ ടു പ്ലാന്റ് ബനാന പ്ലാന്റ്സ് ആൻഡ് കളക്ട് ദ ഡ്യൂ ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റോർ ഇറ്റ് അൺടിൽ ഹി ഗോട്ട് 5 liters ഓഫ് ഡ്യൂ. സോ സേജ് പറഞ്ഞത് എന്താണ് രാമനാഥയോട്? ബനാന പ്ലാന്റ്സ് കുഴിച്ചിടണം ഒരുപാട്, എന്നിട്ടോ അതിൻ്റെ ലീവ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡ്യൂ, മോർണിംഗിൽ ഡ്യൂ ഉണ്ടല്ലോ, മഞ്ഞ് തുള്ളികൾ, അത് സ്റ്റോർ ചെയ്തിട്ട് 5 liters ആവണ വരെ എടുത്തു വെക്കുക. ദെൻ ദ സേജ് കുഡ് ടേൺ ദ ഡ്യൂ ഇൻ ടു ദ മാജിക് പോഷൻ ബൈ ചാൻഡിങ് സം മാജിക്കൽ വേർഡ്സ്. അപ്പോൾ എന്താണ്? ശേഷം ആ 5 liters ഓഫ് 5 liters ഓഫ് ഡ്യൂ, മഞ്ഞ് തുള്ളികൾ സേജിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ സന്യാസം എന്ത് ചെയ്യും? അത് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അതിനെ മാജിക് പോഷൻ ആക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. സോ ബി, വൈ ഡിഡ് ദ സേജ് ആസ്ക് രാമനാഥ ടു ഡു എവറിത്തിങ് ഹിംസെൽഫ്? എല്ലാം സ്വന്തം ചെയ്യണം എന്ന് സേജ് പറഞ്ഞു അല്ലേ? അതിങ്ങനെ പറയാൻ കാരണം എന്താ? ദ സേജ് ആസ്ക് രാമനാഥ ടു ഡു എവറിത്തിങ് ഹിംസെൽഫ് ബിക്കോസ് ദ ഫോർമർ വാണ്ടഡ് ടു ടീച്ച് ദ ലാറ്റർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. ഇവിടെ ഫോർമർ ഉദ്ദേശിച്ചത് സേജും ലാറ്റർ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ആള് രാമനാഥയാണ് കേട്ടോ. സോ ഫോർമർ ആദ്യം പറഞ്ഞ ആൾ, ഇവിടെ സേജിൽ ആദ്യം, സെന്റൻസിൽ നോക്ക് ആൻസറിൽ ഫസ്റ്റ് സേജിലല്ലേ വന്നത്. സോ അതുകൊണ്ട് ഫോർമർ, ലാറ്റർ രണ്ടാമത് വരുന്ന ആൾ രാമനാഥ. സോ ഓക്കെ. സോ ഹാർഡ് വർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, എല്ലാം സ്വയം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി സി, ഹൗ കുഡ് രാമനാഥ ഹാവ് എ ബിഗ് ബനാന പ്ലാന്റേഷൻ ആഫ്റ്റർ 6 years?
6 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് രാമനാഥക്ക് ഒരു വലിയ ബനാന പ്ലാന്റേഷൻ ഉണ്ടായത്, തോട്ടമുണ്ടായത്? രാമനാഥ knew that in order to get 5 liters of dew from the leaves of banana plants quickly, he had to plant more banana plants. അപ്പോൾ 5 liters of dew മഞ്ഞുതുള്ളികൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും കഴിയില്ല, ഒരുപാട് കാലം പിടിക്കും. സോ അത് പെട്ടെന്ന് കിട്ടാൻ ഒരുപാട് ബനാന പ്ലാന്റ്സ് അദ്ദേഹം എന്ത് ചെയ്തു, കുഴിച്ചിട്ടു. സോ ഹി പ്ലാന്റഡ് മോർ ആൻഡ് കൂടുതൽ കുഴിച്ചിട്ടു ആൻഡ് ഓൺഡ് എ ബിഗ് ബനാന പ്ലാന്റേഷൻ ആഫ്റ്റർ 5 years. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ തോട്ടം തന്നെ ഉണ്ടാക്കി. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ സേജ് മേക്ക് രാമനാഥ ബിലീവ് ദാറ്റ് ദർ ഇസ് നോ മാജിക് പോഷൻ? സേജ് എങ്ങനെയാണ് രാമനാഥയെ ബോധ്യപ്പെടുത്തിയത്, വിശ്വസിപ്പിച്ചത്, അതായത് ഒരു മാജിക് പോഷൻ എന്ന അങ്ങനത്തെ ഒരു സംഗതി ലോകത്തില്ല എന്ന് എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു? ദ സേജ് കുഡ് നോട്ട് ടേൺ ദ 5 liters ഓഫ് ഡ്യൂ ഇൻ ടു ദ മാജിക് പോഷൻ. ഇപ്പോൾ രാമനാഥയുടെ മുമ്പിൽ വെച്ച് തന്നെ സേജിന് എന്താണ് കഴിഞ്ഞില്ല, അത് പറഞ്ഞു. പിന്നെ അക്കാര്യം സേജ് ബോധ്യപ്പെടുത്തി കൊടുത്തു, അങ്ങനെ ഒരു മാജിക് പോഷൻ ഇല്ല, അത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു, അല്ലേ? സോ ഹി ദെൻ ഷോഡ് ദ സ്റ്റാക്സ് ഓഫ് ഗോൾഡ് കോയിൻസ് മധുമതി ഏൺഡ്. എന്നിട്ടോ സേജ് മധുമതിയെ വിളിച്ചിട്ട് അതിൽ വെച്ച സ്റ്റാക്സ് ഓഫ് ഒരു കൂട്ടം എന്താണ് ആ ഗോൾഡ് കോയിൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു. സോ ദ സേജ് ദെൻ കൺക്ലൂഡഡ് ദാറ്റ് ദർ ഇസ് നോ മാജിക് പോഷൻ ഇൻ ദ വേൾഡ്, ഇറ്റ്സ് എ മിത്ത്. അതൊരു മിത്താണ്, യഥാർത്ഥത്തിലില്ല, അതായത് മാജിക് പോഷൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്ന, ഹാർഡ് വർക്കിലാണ് കാര്യം എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തു. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അവസാനിക്കുകയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.